അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള യാത്ര രണ്ടാമത്തെ ദിവസം കന്യാകുമാരിയിലെത്തി. വർക്കല മുരളിയേട്ടൻ്റെ ശോഭ ടെക്സ്റ്റൈലിൽ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്ത പോക്കാണ്. എറണാകുളത്ത് നിന്ന് വർക്കലയിൽ നിന്ന് കന്യാകുമാരി. രാത്രി 10 മണി തൊട്ട് പുലർച്ചെ വരെ അവിടെ നിന്നുള്ള സമയം മുഴുവൻ അങ്ങനെ അങ്ങ് വെറുതെ റെയിൽവേ സ്റ്റേഷനിൽ പോയി. ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് അവിടെ നിന്ന് ഓൾട്രേഷൻ ചെയ്യുന്ന ടൈമിൽ പോലും ഇത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇട്ട് നോക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം അവിടെ ട്രയൽ റൂം ഇല്ലായിരുന്നു. അതുകൊണ്ട് പക്ഷേ കൊള്ളാം. കാരണം ഫിലിമിൽ കോസ്റ്റ്യൂം സ്റ്റിച്ച് ചെയ്യുന്ന ആളാണല്ലോ. അത് കാരണം പുള്ളിയുടെ സ്റ്റിച്ചിങ് ഒക്കെ ഭയങ്കര പെർഫെക്ഷൻ ആയിരിക്കും. ഈ സാരിന്ന് വിത്ത് ബ്ലൗസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കൊടുത്തത് കാരണം ഇന്നത്തേക്ക് ഉടുക്കുള്ള സാരിയായി. ഇന്നത്തെ യാത്ര കന്യാകുമാരി ക്ഷേത്രത്തിലോട്ടാണ്. അല്ലെങ്കിൽ എപ്പോഴും ഒരു സെറ്റ് മുണ്ടും നേരിയതൊക്കെ എടുത്ത് കയ്യിൽ വെക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ രാവിലെ വന്ന് വൈകിട്ട് പോവാം എന്നും പറഞ്ഞ് വന്നത് കൊണ്ടാണ്. ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ നാളത്തേക്ക് എന്താക്കും? ഇപ്പൊ ഇത് ചെയ്യാം. ഇങ്ങനെ ഇട്ട് വെക്കാം. 6 മണിയായി. വെറുതെ റെയിൽവേ സ്റ്റേഷനിൽ 4 മണി തൊട്ട് അല്ല 10:30 മണി തൊട്ട് റെയിൽവേ സ്റ്റേഷനിൽ വെറുതെ സമയം കളഞ്ഞു. നല്ല കളറ്. വെറുതെ റെയിൽവേ സ്റ്റേഷനിൽ സമയം കളഞ്ഞു എന്നുള്ളത് ഒരു കാര്യമില്ലാതെ. വർക്കല റെയിൽവേ സ്റ്റേഷനിൽ 10:30 മണിക്ക് വന്ന് ഇരുന്ന ഇരിപ്പാണ്. എന്ത് കാര്യം ഉണ്ടായിരുന്നു? ഇത്രേ സമയം 4:30 മണിക്കാണ് വണ്ടി വരുന്നത്. ആ 4:30 മണിക്കുള്ള വണ്ടി അതപ്പോഴത്തുള്ള വണ്ടിയും അല്ലായിരുന്നു. വെറുതെ പോയി കിട്ടി സമയം മുഴുവനൊരു കാര്യമില്ലാതെ. ഇത്രയും വലിയ ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ ഇങ്ങനത്തേക്ക് എന്ത് ബുദ്ധിമുട്ടാന്നാ. അതാ ഒരു മനുഷ്യ കുഞ്ഞുങ്ങളൊന്നും ഇല്ലേ താനും. ഇച്ചിരി കുറച്ചൊന്നും ഇതാക്കിയിരുന്നുണ്ടായിരുന്നെങ്കിൽ കല്ലമ്പലത്തുനിന്ന് ബസ് കയറിയാൽ മതിയായിരുന്നു ട്രിവാൻഡ്രത്തോട്ട്. പെട്ടുപോയി എന്ന് പറഞ്ഞാൽ മതി. ഇവിടെ വന്ന് കിടന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കിടന്നു ജസ്റ്റ് ഒന്ന് മയങ്ങിയപ്പോൾ സമയം 4 മണിയായി. ഇവിടെ വന്നപ്പോൾ തന്നെ അവിടെ നിന്ന് നാഗർകോവിൽ നിന്ന് ഇറങ്ങി നാഗർകോവിൽ നിന്ന് ഇങ്ങോട്ടത്തേക്ക്. ഇപ്പൊ നാളെ പ്ലേറ്റൊക്കെ എടുത്ത് കൊടുക്കുക. പ്ലേറ്റൊന്നും എടുക്കാനുള്ള സമയമില്ല. ഇതിങ്ങനെ വലിച്ചു നടക്കുന്നുണ്ട്. പിന്നൊന്നും തെളിയില്ലെന്ന് തോന്നുന്നു. ഇച്ചിരി കുപ്പി വെള്ളയും കുറച്ച് പിന്നൊക്കെ വാങ്ങിക്കാന്ന് വിചാരിച്ചത്. പൊട്ടുമൊക്കെ കന്യാകുമാരി വന്ന് ഒന്ന് കുറച്ച് പൊട്ട് വാങ്ങിക്കണം, കുപ്പികളകൾ വാങ്ങിക്കണം, പിന്നെ കുറച്ച് പൂവ് വാങ്ങിക്കണം, അങ്ങനെയൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ വന്നപ്പോഴത്തേക്ക് ടയർഡ്നെസ് കാരണം ഉറങ്ങിപ്പോയി. അത് കാരണം ട്രെയിനിൽ ഒട്ടും ഉറങ്ങാൻ പറ്റിയതേ ഇല്ല. ബർത്തായിരുന്നു കിട്ടിയത്, എന്നിട്ടും അതിന് പറ്റിയില്ല എന്നുള്ളതാണ്. എനിക്ക് ശരിക്കും ഒരു ഫാഷൻ ഡിസൈനറാണ് എന്നതിലുപരി എനിക്ക് പണ്ട് തൊട്ടേ നമ്മൾ ഏത് ഒരു കോസ്റ്റ്യൂം നമ്മൾ ഇടുമ്പോൾ പ്രത്യേകിച്ച് സാരി അതിനോട് മാച്ച് ചെയ്തിട്ടുള്ള വളയും മാലയും പൊട്ടും ഒക്കെ വരുമ്പോഴേ അതിൻ്റെ പൂർണ്ണതയുണ്ടാവും. ഇങ്ങോട്ട് പിടിക്കുമ്പോൾ അങ്ങോട്ട് പോകുന്ന സാരി, പറഞ്ഞാൽ കേൾക്കാത്തൊരു സാരി, ഇതെങ്ങനെ ഉടുത്തെടുക്കുമെന്ന് എനിക്ക് തന്നെ യാതൊരു പിടുത്തവുമില്ല. നല്ല രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷേ എല്ലാം കുളമായി. സാധാരണ എവിടെയെങ്കിലും യാത്ര പോകുന്നെങ്കിൽ സാരിയാണ് ഉടുക്കണമെന്നുണ്ടെങ്കിൽ തലേ ദിവസം തന്നെ എല്ലാം പ്ലേറ്റ്സ് ഒക്കെ എടുത്ത് എല്ലാം സെറ്റ് ചെയ്ത് വള മാല ആക്സസറീസ് കംപ്ലീറ്റ് സാധനങ്ങളൊക്കെ എടുത്ത് സെറ്റ് ചെയ്തൊക്കെ പോകുന്നത്. ഒരുവിധം ഉടുത്തൊപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ നമ്മൾ സാരി ഉടുക്കുമ്പോഴത്തേക്കും ഹീൽസ് തന്നെയാണ് എപ്പോഴും അടിപൊളി. പക്ഷേ ഹീൽസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ മാത്രമല്ല, ഞാൻ 2 സ്ലിപ്പർ ഈ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ ഞാൻ പൊതുവേ യൂസ് ചെയ്യുന്നൊരു സാധനം സ്ലിപ്പറാണ്. കാരണം പുറത്ത് നമ്മളിപ്പോൾ അഴിച്ചിട്ടിട്ട് ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാലും യാതൊരു പ്രശ്നവും ഇല്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഈ യാത്രയിൽ ഉടനീളം ഇട്ടത് ബാറ്റയുടെ 100 രൂപയ്ക്കോ 200 രൂപയ്ക്കോ അങ്ങോട്ട് മേടിച്ച 2 സ്ലിപ്പറായിരുന്നു. അങ്ങറ്റം തൊട്ട് ഇങ്ങറ്റം വരെ ഉപയോഗിച്ചത്. പിന്നെ ഈ 1 സൈഡിലെ പ്ലീറ്റ് അതെനിക്ക് തീരെ അങ്ങോട്ട്, ഒന്നാമെന്ന് വെച്ച് കഴിഞ്ഞാൽ 5'3" എൻ്റെ ഹൈറ്റ്.
അപ്പോൾ ഹീൽസ് ഉണ്ടെങ്കിൽ ഓക്കെ, എന്നാൽ പോലും എനിക്ക് അത് അത്ര വലിയൊരു കംഫർട്ടബിൾ അല്ല. എനിക്ക് പിന്നൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് നടക്കാൻ പോകാൻ വരമൊക്കെ ചെയ്യാം. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൺ സൈഡ് ഇതുപോലെ ഒറ്റ പ്ലേറ്റിൽ ഇടുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുമാണ്, കംഫർട്ടും അല്ല എനിക്കൊരു. പിന്നെ മാത്രം എപ്പോഴും കൈ അതിൽ തന്നെ ഇങ്ങനെ വെക്കുക വേണം. പക്ഷെ ഉടുത്തൊക്കെ വന്നപ്പോൾ ഓക്കെ, വലിയ കുഴപ്പമില്ല. കുപ്പിയോള ഇല്ലേ കുപ്പിയോള ഇല്ലേ എന്നുള്ള വിളിയായിരുന്നു. പക്ഷെ തിരിച്ചു വന്നപ്പോൾ ഞാനൊരു കിൻഡൽ കുപ്പിയോളയായിട്ടാണ് വന്നത്. അത് വേറെ സത്യം. മുടി അഴിച്ചിട്ടെങ്കിൽ ഈ കാറ്റിൽ കൊള്ളു പക്കുമല്ലോ. ഈ മാലയും കൂടെ ഊരി വെച്ചിട്ട് വന്നത് ട്രെയിനിൽ. അയ്യോ, ഏകദേശം സാരി സെറ്റായി. ഇതിപ്പോ പോയി വന്നിട്ടൊരു മാസം കഴിഞ്ഞു. ഇപ്പോഴാണ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. പക്ഷെ എങ്കിൽ പോലും എനിക്കിത് കാണുമ്പോൾ അന്നത്തെ യാത്ര ഓർമ്മ വരിക. മുടി അഴിച്ചിടുന്ന സമയങ്ങളിലൊന്നും ഞാനങ്ങനെ ചെയ്യാറില്ല. ഇതുപോലെ ഇന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ അഴിച്ചിട്ടിട്ടൊന്ന് കുടഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷാമ്പൂ വാഷ് ചെയ്തതാണെന്നുണ്ടെങ്കിൽ ഇതാ ഇതേ ഭംഗിയിൽ കിടക്കുക. അല്ലെങ്കിൽ കുളിച്ചിട്ട് ഇതുപോലെ കെട്ടി വെച്ച് കുളിച്ച് നല്ല ഡ്രൈ ആക്കിയിട്ട് ഇതുപോലെ കെട്ടി വെച്ച് ഞാൻ അഴിച്ചിട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം. കാരണം പിന്നെ അതിന് വേണ്ടിയിട്ടില്ല, എല്ലാം കൊഴിഞ്ഞു പോയി. ഇപ്പം നീളം മാത്രമേ ഉള്ളൂ. അതെങ്കിലും പോണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. തിക്നെസ് ഫുള്ള് പോയി, തലയോട്ടി മുഴുവൻ പുറത്താണ്. ഫുള്ള് ബെൻഡൊക്കെ വീണു. നല്ല വേവി ഹെയർ ആയിരുന്നു, അതൊക്കെ പോയി ഇപ്പോൾ ഫുള്ള് ബെൻഡ് വീണു. ആകെ വല്ലാത്തൊരവസ്ഥയായി. മുടിയുടെ മുൻപൊക്കെ ക്യാൻസർ പേഷ്യന്റിന് കൊടുക്കുമായിരുന്നു, ഇപ്പം അതും ഇല്ലാതായി. ഇപ്പം 2 വർഷമായിട്ട് ഇപ്പം അതിനും, കാരണം അതിന് വേണ്ടിയിട്ടുള്ള സാധനം ഇല്ല. വെറുതെ ഒരു ഇതിൽ കിടക്കുന്നു എന്നുള്ളതേ ഉള്ളൂ, ഒരു ഷോ അത്രേ ഉള്ളൂ, അല്ല വേറെ ഒന്നുമില്ല അതിൽ. ഏതെങ്കിലും കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഉടുക്കണമെന്ന് വെച്ച സാരി ഇതായിരുന്നു ഉടുത്ത്, യാതൊരു ഇതുമില്ല. എല്ലാം ഇത് തട്ടിക്കൂട്ടായിരുന്നു ഇപ്രാവശ്യത്തെ ഈ യാത്ര. ഈ സ്കെച്ചും പ്ലാനും വരച്ച് പോകാനിരിക്കുന്ന ഓരോ യാത്രകളും ഇതുവരെയും പോക്ക് നടന്നിട്ടുമില്ല, പോകാൻ പറ്റിയിട്ടില്ല. അങ്ങനെയാണ്. എന്നാൽ പിന്നെ പെട്ടെന്നുള്ളൊരു യാത്ര ആയാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ടങ്ങ് പോയത്. ഞാനിപ്പോൾ ഇതിവിടെ ഡബ് ചെയ്യുന്ന സമയത്ത് ഇതാ ഇവിടെ ഭയങ്കര മഴയാണ്. ബ്ലൗസ് ഒരു 3 കൂടി ഇരിപ്പുണ്ട്. പക്ഷേ വരുന്ന വഴിക്ക് ഒരു 3-4 ബ്ലൗസ് എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ട്. സാരി പക്ഷെ ഇത് മാത്രമേ ഉള്ളൂ എന്നേ ഉള്ളൂ. തിരിച്ചു വന്നപ്പോൾ 10-25 സാരി ഇട്ടാ വന്നത്, അത് വേറെ കാര്യം, കുപ്പിയോളയുടെ ഒപ്പം തന്നെ. പക്ഷെ ഞാൻ ഈ ഒറ്റ സാരിയായിട്ട് പോയെങ്കിൽ ഓരോ സ്ഥലത്തും എനിക്ക് ഇന്ന സാധനം വേണമെന്ന് മനസ്സിലുണ്ട്. അതൊക്കെ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ സെറ്റായി എന്നുള്ളതാണ്. അതായിരുന്നു എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. ഈ സാരി തന്നെ ഞാൻ എല്ലാ ദിവസവും കഴുകി ഉണക്കി ഉടുക്കേണ്ടി വരുമോ? കാരണം ഒരു ഫ്രഷ്നെസ് വേണ്ടേ, അല്ലെ? ഒരു സ്ഥലത്ത് ഉടുത്തത് തന്നെ നല്ല ഭംഗിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കൊടുത്തിട്ട് ഈ പേഴ്സൊക്കെ അടിപൊളി. സ്ലിപ്പർ ചെരുപ്പാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഉള്ളതൊക്കെ തട്ടിക്കൂട്ടി ഉള്ള സാരിയിൽ ഇന്നിപ്പോൾ ലാവിഷാണ്. നാളെ തൊട്ട് എന്ത് ചെയ്യുമോ എന്തോ എന്നുള്ളൊരു ചിന്തയിലായിരുന്നു. മുടി എന്തായാലും ഞാൻ അഴിച്ചിട്ടില്ലായിരുന്നു. അവിടെ നിന്ന് വരുമ്പോൾ അപ്പോഴൊന്നും അഴിച്ചിട്ട് റൂമിൽ വെച്ച് അഴിച്ചിട്ടല്ലാതെ പുറത്തോട്ട് നമുക്ക് ഭയങ്കര കാറ്റായത് കാരണം അത് പറന്ന് മുടിയുടെ വൃത്തിയെല്ലാം പോവും എന്നുള്ളത്. പിന്നെ ഉപ്പുകാറ്റും ഉണ്ടാവില്ലേ, കടൽക്കരയും കൂടെ അല്ലേന്ന്. പക്ഷേ നമ്മളുടെ ഫോട്ടോഷൂട്ട് തുടങ്ങിയല്ലോ, ഇത്രയൊക്കെ മെനക്കെട്ടിട്ട് ഇവിടെ വന്നിട്ടൊരു ഒരു വീഡിയോ ഒക്കെ എടുത്തില്ലെങ്കിൽ പിന്നെ എന്താ? അപ്പോൾ പിന്നെ മുടി കെട്ടി വെച്ചിട്ട് പോയിട്ടും കാര്യമില്ല. അപ്പോഴത്തേക്കും പിന്നെ മുടിയുടെ ഹെൽത്തും മറ്റതും മറിച്ചതും ഒക്കെ അങ്ങ് മറന്നു. പിന്നെ നമ്മളങ്ങനെ ആർട്ടിസ്റ്റ് ആവുമല്ലോ. കുറച്ച് നേരം റോഡരികിൽ ആർക്കും ഒരു ശല്യം ഇല്ലാതെ, ആർക്കും ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാതെ. അപ്പോൾ തന്നെ ഏകദേശം ഭയങ്കരമായിട്ട് ടൈം വൈകിട്ടുണ്ടായിരുന്നു. ഞാൻ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നല്ല. രാവിലെ 2 പൂരി കഴിച്ചത് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം എന്തെങ്കിലും ഒന്ന് കഴിക്കണമെന്നും ഉണ്ടായിരുന്നു, അത് കഴിച്ചിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട്. പക്ഷെ നല്ല പൊക്ക് വെയിലും എല്ലാം പോയി കിട്ടി. ആകെ ഇത്രയാണ് ഈ ലൈറ്റ് കിട്ടിയത്. ഇതിൻ്റെ ഏകദേശം 6-6:30 മണിയുമായിരുന്നു. എത്ര നാളത്തെ ആഗ്രഹമാണ് കന്യാകുമാരി പോകണം എന്നുള്ളത്. പക്ഷേ പോക്കാണെങ്കിൽ ഇങ്ങനെ ആയിപ്പോയി. ഈ നിൽക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നത്, നാളെ ഞാൻ എന്തിടുമെന്നുള്ളത്. ഇന്നിപ്പം ഇങ്ങനെ പോയി, നാളെ തൊട്ട് ഞാൻ എന്താണ് ഉടുക്കുക എന്നുള്ളത്.
പക്ഷെ നല്ല ലൈറ്റാണ്. എനിക്ക് എപ്പോഴും സൺലൈറ്റ് ആയിരിക്കും കുറച്ചുകൂടി എപ്പോഴും ഒരു ഭംഗി ഉണ്ടാവുക. ഫുഡ് കഴിച്ചിട്ടെന്നാ പോവാ അല്ലേ? ഏതെങ്കിലും വെജ് ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാം. ഹോട്ടൽ വിശ്വയുണ്ട്, അത് രണ്ടിലേതെങ്കിലും പോലെ. രാവിലത്തെ പൂരിക്ക് ഉപ്പൊന്നും ഉണ്ടായിരുന്നില്ല, എനിക്ക് പിന്നെ തീരെ ഇതുണ്ടായില്ല. ഞാൻ എങ്ങനെയോ ഒരെണ്ണം കഴിച്ചെന്നേ ഉള്ളൂ. ചായ ഒട്ടും ടേസ്റ്റ് ഇല്ലായിരുന്നു. ചായ ഇട്ടണ നല്ലൊരു കട ഇട്ടില്ലെങ്കിൽ തലവേദന സഹിക്കാൻ പറ്റില്ല. പോവാം. വർക്കലയും തലേ ദിവസം വാങ്ങിച്ച ഈ സ്ലിപ്പറായിരുന്നു ഈ യാത്രയിലുടനീളം ഞാൻ ഉപയോഗിച്ചത്. എനിക്കിപ്പോ അങ്ങനത്തെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ വേണം അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം എന്നൊക്കെ. ഇപ്പൊ അങ്ങനെ 7 മണി കഴിയും, കംഫർട്ട് ഏതാണ് 7 മണി കഴിയും. ഈ ചെറുകടി മാത്രമേ ഉള്ളൂ. ബ്രേക്ക്ഫാസ്റ്റും ഇല്ല, ലഞ്ചും ഇല്ല, ഡിന്നറും ഇല്ലാത്ത അവസ്ഥയായിരിക്കും. ജസ്റ്റ് അപ്പുറത്തും കൂടെ ചോദിച്ചിട്ട് വന്നാലോ. ഞാനൊരു ഇച്ചിരി ജസ്റ്റ് ഒന്ന് കുറച്ചിരി ഒന്ന് എണ്ണ ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കി തരണമെന്ന് പറയാനോന്ന് വിചാരിച്ചേ. പറയാതിരുന്നത് നന്നായി. അവരതുപോലെ തന്നെ ഇതാക്കിതിട്ടെ. ഇത് നല്ല എൻ്റെ മധുരം കുറച്ച് കുറവാണ്. ഇഞ്ചി ചായ ഇല്ല, രാവിലത്തെ ചായ വഴക്കുള്ളൂ. അങ്ങോട്ട് പോകുന്നതിനൊരു ഇങ്ങോട്ട് വന്നാൽ മതിയായിരുന്നു. അങ്ങനെ കന്യാകുമാരി ടെമ്പിളിലോട്ട് നമ്മൾ പ്രവേശിച്ചു. തിരുവല്ലുവാർ സിൽവർ ജൂബിലി ആർച്ച്. കന്യാകുമാരി ക്ഷേത്രത്തിലോട്ട് ഇറങ്ങുന്നതിന് മുൻപ് തന്നെ ഇരു സൈഡുകളിലായിട്ടും ഇതുപോലെ ഒരുപാട് ഷോപ്പുകളുണ്ട്. പക്ഷെ മുമ്പൊക്കെ ആണെങ്കിൽ ഞാൻ ഇങ്ങനെ വാരി വലിച്ച് പർച്ചേസ് ചെയ്തേനായിരുന്നു. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മുല്ലപ്പൂവ്, ചക്കച്ചുള്ള മുല്ലപ്പൂവ്, ഇതൊക്കെ എനിക്ക് എന്നും എന്ന് വെച്ചാൽ എൻ്റെ മരണം വരെ എനിക്ക് ഫേവറേറ്റ് ആയിരിക്കും. അതിലപ്പുറം ഫസ്റ്റ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയായിരിക്കും. പക്ഷേ ഓരോ സ്ഥലത്തും ഓരോ റേറ്റാണ് അവർ പറയുന്നത്. പിന്നെ മാത്രമല്ല, ഞാൻ എൻ്റെ കയ്യിൽ പിന്നോ സ്ലൈഡോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ മുടിയൊന്നും പിന്നി കെട്ടിയിട്ടൊന്നും വെച്ചിട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം ഞാൻ വാങ്ങിയില്ല. പക്ഷെ എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. പിന്നെ മാത്രമല്ല, ഇതിൽ കുറേ പറ്റിപ്പുണ്ട്. എന്നെ പറ്റിക്കുകയും ചെയ്തിരുന്നു. കാരണം അതിൽ മണമില്ലാത്തത് അവർ തരുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. അവിടെയൊക്കെ അന്ന് നോക്കി കണ്ടൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഓരോരോ പടവുകൾ ഇങ്ങനെ ഇറങ്ങുമ്പോഴും എൻ്റെ ആഗ്രഹം എനിക്കിഷ്ടപ്പെട്ട ആളുമായിട്ട് ഇങ്ങനെ കൈകോർത്ത് പിടിച്ച് ഇതുപോലെ ഇങ്ങനെ ഈ സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങുമ്പം അങ്ങനെ ഒരുമിച്ച് ഇറങ്ങണം. എന്നിട്ട് ഒരുമിച്ച് എല്ലാ സ്ഥലത്തും അങ്ങനെ എനിക്കിഷ്ടപ്പെട്ട എൻ്റെ പ്രിയതമൻ്റെ കൂടെ പോകണം എന്നൊക്കെയായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. എന്നുവെച്ചാൽ നമ്മൾ പല പ്രാവശ്യം കണ്ടിട്ട് പിന്നെ അങ്ങനെ പോകുമ്പോൾ നമുക്കൊരു ഫ്രഷ്നെസ് ഉണ്ടാവില്ല ഒരു കാര്യത്തിനും. എനിക്ക് എല്ലാത്തിനും ഒരു ഫ്രഷ്നെസ് എന്ന് പറയുന്നത് ഭയങ്കര കാര്യമാണ്. എന്നുവെച്ചാൽ എല്ലാ കാര്യത്തിനും, ഒരു കാര്യത്തിനും, അത് യാത്രയാവട്ടെ എന്ത് കാര്യമാണെങ്കിലും. അങ്ങനെ ഞാൻ കാത്തിരുന്ന ദിവസങ്ങളായിരുന്നു ഇപ്പോൾ കഴിഞ്ഞതെല്ലാം. അങ്ങനെ ആദ്യത്തെ യാത്ര കന്യാകുമാരി. ക്ഷേത്രങ്ങൾക്കുള്ളിൽ ഒരു സ്ഥലത്തും ക്യാമറ അലൗഡ് അല്ല എന്നുള്ളത് കൊണ്ട് ഉള്ളിലത്തെ ഒരു സംഭവങ്ങളും എടുക്കാൻ പറ്റില്ല. ലാസ്റ്റ് ഇതാ എല്ലാം കഴിഞ്ഞ് അവസാനത്തെ കവാടത്തിൽ കൂടി പുറത്തിറങ്ങി. ഇവിടെ മാത്രമാണ്, ഇനി അങ്ങോട്ട് നമുക്ക് ഫോൺ അലൗഡാണ്. ക്യാമറയോ വീഡിയോയോ എന്ത് വേണമെങ്കിലും എടുക്കാം. ഇനിയിപ്പോൾ അതിനും കൂടെ ഫൈൻ കൊടുക്കാൻ വയ്യ. അത് കാരണം ഞാൻ ഒരു സ്ഥലത്ത് പോയാലും എടുക്കാറില്ല. ആകെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലിൽ ചെരുപ്പിടാതെ ഈ തണുത്ത തറയിൽ കൂടി നടക്കുക എന്ന് പറയുന്നത് മാത്രമല്ല എനിക്ക് എല്ലാ സ്ഥലത്തും ഉള്ളൊരു ബുദ്ധിമുട്ട്. പക്ഷേ എങ്കിൽ പോലും എനിക്ക് ഭയങ്കര എന്താ പറയുക, മനസ്സിന് ഭയങ്കര പോസിറ്റീവ്. എനിക്ക് മാത്രമല്ല ഇരിക്കും, പ്രത്യേകിച്ച് ഇതുപോലെയൊക്കെ അതിൻ്റെ ശില്പിയുടെ കലാവിരുത് തൊട്ട് അവിടുത്തെ ആ ഒരു പോസിറ്റീവ് അന്തരീക്ഷം, കല്ലുകൾ, അതെല്ലാം നമുക്ക് തരുന്ന ഒരു പ്രത്യേക ഒരു മനസ്സിന് കിട്ടുന്ന ഒരു കുളിർമയുണ്ട്. ഞാൻ BP ഒക്കെ ഭയങ്കര ഹൈ ആയിട്ട് ലൈഫിൽ ആദ്യമായിട്ട് ടാബ്ലറ്റൊക്കെ എടുക്കാൻ തുടങ്ങിയ സമയമായിരുന്നു. പക്ഷെ പോയി വന്നപ്പോൾ മനസ്സിനൊക്കെ ഒരു ഭയങ്കര റിലാക്സേഷൻ ആയിരുന്നു. പ്രത്യേകിച്ച് ഈ അന്തരീക്ഷങ്ങൾ നമ്മൾക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് എനർജിയും പോസിറ്റീവ് ഫീലും ഒക്കെ തരാറുണ്ട്.
എനിക്ക് അവിടുത്തെ ഓരോ കൊത്തുപണികളും ഇങ്ങനെ ഒപ്പിയെടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതൊരു സ്ഥലത്തും അവരനുവദിക്കില്ല. അപ്പം നമ്മൾ മറ്റുള്ളവരുടെ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒന്നിലും കൈ കടത്താൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ അതിനൊന്നും മുതിർന്നില്ല. പലരും ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ അതിനൊന്നും മുതിരാൻ നിന്നില്ല. എല്ലാം കഴിഞ്ഞ് നമുക്ക് എവിടെയാണോ അനുവദിച്ച സ്ഥലം, അനുവദിച്ച സമയം അവിടെ മാത്രമേ ഞാനത് എടുത്തോളൂ. പിന്നെ ഇതൊക്കെ എപ്പോഴും നമുക്ക് മനസ്സിന് നല്ലൊരു ഓർമ്മകളാണ്, ഈ യാത്രകളും ഇതൊക്കെ, ഈ അനുഭവങ്ങളൊക്കെ. അപ്പം അതെങ്കിലും നമുക്കൊന്ന് പകർത്തിയില്ലെങ്കിൽ അല്ലേ, അത് എക്കാലത്തും എല്ലാ പേരും ഇപ്പം അത് മൊബൈലിലോട്ടായി എന്നേ ഉള്ളൂ. ഇത്രയും യാത്രകൾ കഴിഞ്ഞ് വന്നിട്ടും അല്ലെങ്കിൽ ടയർഡ്നെസ് ഉണ്ടായിരുന്നിട്ട് പോലും ഒരു മുഖത്തിനൊരു ഒരു പ്രത്യേക ഒരു 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 എന്താ പ്രസാദം, എന്താ പറയുക, ഒരു ഗ്രേസ് ഞാൻ ഈ വീഡിയോസെല്ലാം കാണുന്ന സമയത്ത് എനിക്കുണ്ടായിരുന്നു. ആ മനസ്സിനുള്ളിലെ ഒരു പോസിറ്റിവിറ്റി ആയിരിക്കാം അതാ പുറത്ത് വരുന്നതും. ഒരിക്കലും എനിക്ക് സാധാ ട്രെയിൻ യാത്രകളോ അല്ലെങ്കിൽ സ്ലീപ്പർ കോച്ചോ ഒന്നും എനിക്ക് അത്ര വലിയൊരു സുഖം അല്ല പൊതുവെ ഉണ്ടാവാറ്. അത് കഴിഞ്ഞ ശേഷം നമ്മൾ പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് ഇവിടെ ഒരുപാട് എന്താ പറയുക, തുളസി അല്ലെങ്കിൽ ചന്ദനം അല്ലെങ്കിൽ ഒരുപാട് മെറ്റീരിയൽസിലുള്ള മാലകളും പലവിധ സാധനങ്ങളൊക്കെ കണ്ടിരുന്നു. പക്ഷേ ഞാനതൊന്നും അങ്ങനെ പർച്ചേസ് ചെയ്തില്ല. അധികം ഒന്നും അങ്ങനെ പർച്ചേസിംഗ് ഒന്നും വേണ്ട എന്നുള്ളൊരു തീരുമാനമായിരുന്നു ആദ്യം തൊട്ടേ. കാരണം കൊണ്ടുവരാനുള്ളൊക്കെ ബുദ്ധിമുട്ടും എല്ലാം കൂടി വെച്ചിട്ട്. പിന്നെ അത് മധുരയിലെത്തിയപ്പോഴാണ് അതൊക്കെ അങ്ങ് കൈവിട്ട് പോയത്. പക്ഷെ എത്ര കണ്ടാലും ഇതൊന്നും മതി വരില്ല. ആ രുദ്രാക്ഷം, ഓൾറെഡി എൻ്റെ കയ്യിൽ രുദ്രാക്ഷം ഉണ്ട്, പിന്നെ നവരത്നത്തിൻ്റെ മാലയും ഉണ്ട്. എങ്കിലും ഇതുപോലെയൊക്കെയുള്ള സ്ഥലത്തൊക്കെ പോകുമ്പോൾ ഇത് ഞാൻ അങ്ങനെ ഒരു ഹെവി ബഡ്ജറ്റ് വെച്ചല്ല പോയത്. പക്ഷെ ഒരു ദിവസം 2 ദിവസം എന്നുള്ളത് ഒരാഴ്ച നീണ്ടു പോയപ്പോൾ ബഡ്ജറ്റൊക്കെ കയ്യിൽ നിന്ന് പോയി. ഞാൻ എന്ത് സാധനമാണെങ്കിലും എവിടെയാണെങ്കിലും ക്വാളിറ്റി നോക്കിയാണ് പർച്ചേസ് ചെയ്യുക. അത് കണ്ണിന് ഇഷ്ടപ്പെടുക അതിനുപരി അതിൻ്റെ ക്വാളിറ്റി, അത് നമ്മൾ വാങ്ങിയാൽ ഒരു ഡ്യൂറേഷൻ ഉണ്ടാവും. എത്ര നാൾ നമ്മൾ അതിനൊന്ന് ഇഷ്ടപ്പെട്ട് വരുമ്പോൾ അത് നശിച്ചു പോയാൽ എനിക്ക് ഭയങ്കര വിഷമമാണ്, എനിക്കത് താങ്ങാൻ പറ്റത്തില്ല. അത് കാരണം എൻ്റെ കയ്യിൽ ഒറിജിനൽ രുദ്രാക്ഷം ഉണ്ട്. അത് കാരണം ഞാൻ പിന്നെ അതിലോട്ട് പോയില്ല. അല്ലായിരുന്നെങ്കിൽ ഞാൻ അതിൽ നിന്ന് ഒരെണ്ണം വാങ്ങിയേനായിരുന്നു, ഒരു മാല വാങ്ങിയേനായിരുന്നു. അത് ബ്രേസ്ലെറ്റോ എന്തെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ ഒരു കയ്യിൽ കുറച്ചുകൂടി ഇത് വരണ സമയത്ത് അത് ചെയ്യിക്കണം എന്ന് വിചാരിക്കുന്നതാണ്. രുദ്രാക്ഷത്തിൻ്റെ ഒരു ലോക്കറ്റ് ഉണ്ട്, അത് ഏഗിരിപ്പയിന്ന് ഞാൻ എൻ്റെ നവരത്നത്തിന് കൂടെ മേടിച്ചതായിരുന്നു. ഇത്ര ഭംഗിയിലല്ലേ ഇവിടുത്തെ ശില്പങ്ങളൊക്കെ കൊത്തി വെച്ചിരിക്കുന്നത്. അതും യാതൊരു ഇതുമില്ലാതിരുന്ന ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ്. മിഷൻ വർക്കും ഒന്നുമല്ലല്ലോ, ഇതെല്ലാം കൈകൊണ്ട് കൊത്തി ഉണ്ടാക്കിയതല്ലേ. എനിക്കതൊക്കെ ഭയങ്കര അത്ഭുതം തോന്നുന്നത് അങ്ങനെയൊക്കെ കാണുമ്പോഴത്തേക്ക്. അവരുടെ കഴിവും ആ ശില്പികളെ കുറിച്ചിട്ടും എത്ര ദിവസം എത്ര രാത്രിയും പകലും ഉള്ള അവരുടെ അധ്വാനമായിരുന്നു ഇതൊക്കെ. നമ്മുടെ ഇന്ത്യയിൽ എന്തെല്ലാം സംഭവങ്ങളുണ്ട് കാണാനും കേൾക്കാനും അറിയാനും പോകാനും ഒക്കെ. അതിൻ്റെ അത് ഓരോ ദിവസത്തെ യാത്രകളിലും ഞാനത് മനസ്സിലാക്കിയത്. അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഇതാ നല്ല നല്ല പേളിൻ്റെ മാല. അത് പുള്ളി ലൈറ്റ് കത്തിച്ചിട്ട് അത് അതിൻ്റെ കളർ പോകുന്നില്ല എന്നുള്ളത് പുള്ളി അതൊന്ന് കാണിച്ചു തരുന്നതായത്. ഇതുപോലെ ഒരുപാട് പേര് അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും നോക്കി പോകുന്നില്ല, അത് ആരും വാങ്ങിയില്ല. എനിക്കിത് വിട്ട് കളയാൻ തോന്നുന്നു. എത്ര ഇഷ്ടമായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ലാസ്റ്റ് റേറ്റ് പലരും പലതും പറയുന്നത്. അതാണ് ഏറ്റവും വലിയ അത് ഓവർ ഡ്രസ്സിന് പോകുന്നിട്ട് പോകാം. നമ്മൾ പോകുമ്പോഴത് കൊടുക്കാനുള്ളത് 80 എത്രണ്ണാണ് ഇത്? കല്ലിൻ്റെ ഇതാണല്ലേ. എത്ര ദിവസം അങ്ങനെ തന്നെ ഇരിക്കില്ല, പൊട്ടിപ്പോകും. അതാണ് നോക്കിയാ നടന്ന് കാല് കഴിച്ചതും കൂടെ കാരണം ഞാനും മെല്ലെ അവിടെ ഇരുന്നു. അപ്പോഴത്തേക്കും എന്തായാലും ഒരു കാര്യങ്ങൾക്ക് ഇനി ഒരു തീരുമാനം ആവട്ടെ എന്ന് ഞാനും വിചാരിച്ചു. എന്തായാലും എനിക്കത് ഭയങ്കര ഇഷ്ടമായി. ചിലത് നമ്മൾ ഭയങ്കരമായിട്ട് വലിയ ഷോപ്പിംഗ് സെന്ററിലൊക്കെ പോയി പർച്ചേസ് ചെയ്യുന്നതിനെക്കാട്ടിയും ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ ചിലത് ഭയങ്കര ക്വാളിറ്റി ഉണ്ടാവാറുണ്ട്.
മാത്രമല്ല അവരാണെങ്കിൽ ഒരാളെ ഒരു കസ്റ്റമറിനെ ഒരു സാധനം എടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രത്തോളം എഫേർട്ട് എടുക്കുന്നവർ എത്രത്തോളം അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിച്ചിട്ട് മാത്രമല്ല ഇത് ലക്ഷങ്ങളും കോടികളോ അല്ലെങ്കിൽ ഇപ്പം പോട്ടെ 500 1000 പോലും ഇല്ലല്ലോ, ചെറിയ റേറ്റ് അല്ലേ. അപ്പോൾ ഞാൻ എന്തായാലും ഒരു 4-5 എടുത്തിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എമറാൾഡ് എടുത്തു, പേൾ വൈറ്റ് എടുത്തു, ഹണി കളർ എടുത്തു, മറൂൺ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എടുത്ത് പോയപ്പോഴത്തേക്ക് പുള്ളിയുടെ സന്തോഷം ഭയങ്കരമായിരുന്നു. പക്ഷെ പുള്ളി ഇച്ചിരി റേറ്റ് പുള്ളിയുടെ കൂടുതലായിരുന്നു ബാക്കിയുള്ളവരെക്കാട്ടി. ഞാൻ ഇത് കഴിഞ്ഞ് ചെന്നപ്പോഴാണ് അതെനിക്ക് മനസ്സിലായത്. അപ്പം ഞാൻ അറിയാൻ വേണ്ടിയിട്ടാണ് മറ്റുള്ളവരോട് കൂടെ ഒന്ന് നോക്കിയത്. പോട്ടെ, അരി മേടിക്കാനല്ലേ, വേറെ ഒന്നിനും അല്ലല്ലോ, പോട്ടെ. എന്തായാലും അങ്ങനെ കൈ കിട്ടിയതൊക്കെ എടുത്തു. അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് ഈ ഷോപ്പിംഗ് മോളിനെക്കാട്ടി ഞാൻ ഇതുപോലുള്ള ആൾക്കാരിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നതും ഒരു മെയിൻ കാരണം അതാണ്. അവർക്ക് അത്ര കച്ചവടം കിട്ടുകയും കൂടെ ചെയ്യുമല്ലോ എന്നുള്ളത് കൊണ്ട്. ഒരുപാട് പേര് നോക്കിയിട്ട് വെറുതെ നോക്കി അവരിട്ട് നോക്കിയിട്ടൊക്കെ തിരിച്ചു പോകുന്നത് കാണുമ്പോൾ എനിക്ക് സങ്കടം. ഒരെണ്ണമെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ എടുത്തൂടെ എന്നുള്ളത്. നിന്ന് ബാർഗെയിൻ ചെയ്ത് കുറേ സമയം അവരുടെ വേസ്റ്റ് ചെയ്തിട്ട് ഓരോരുത്തരും വരുമ്പോഴും അവരിങ്ങനെ അവരെടുക്കുമായിരിക്കും. അവരുടെ മുഖത്ത് ഭയങ്കര പ്രകാശമായിരിക്കും. അവർ പോകുമ്പോഴത്തേക്ക് എടുക്കാതെ പോകുമ്പോൾ അവർക്ക് ഭയങ്കര വിഷമവും ഞാൻ കാണാറുണ്ട്. എന്തായാലും ഞാൻ 5-6 എടുത്തോട്ടെ, എത്രയും എന്തായാലും മെനക്കെട്ടില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലത്തോട്ട് വാങ്ങിച്ച് ഉത്സവപ്പറമ്പില് കൊച്ചു കുട്ടികളെ കൊണ്ടുപോയതുപോലെയാണ് ഇവിടെ എവിടേക്ക് ഇങ്ങനെ കൊണ്ടുപോയത്. കന്യാകുമാരി കടപ്പുറത്ത് നിന്നുള്ളൊരു കാഴ്ചയാണ് ഈ കാണുന്നത്. കഴുത്ത് നിറച്ച് മാലകളുണ്ട് വാങ്ങിച്ചിട്ട് കുറച്ചു നേരത്തെ. കൂടാതെ സകല സ്ഥലങ്ങളിലും മാല മേടിച്ചുകൊണ്ടിരിക്കുന്നു. അവിടുന്ന് മേടിക്കുകയും ചെയ്ത് കുറച്ച്. എന്തൊക്കെയാണോ കാണിച്ചു കൂട്ടുന്നത് അതിൽ അവിടെ നിന്ന് മേടിച്ചു പറയാവുന്നതൊക്കെ പറയും. കൊറേ വാങ്ങി. ഇനിയിപ്പോ ഓക്കെ, ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി ഇതൊന്ന് ജസ്റ്റ് നോക്കട്ടെ. നോക്കിയിട്ട് ഞാൻ കുഴപ്പമില്ല, ഇത് ഞാൻ ഇതാക്കാം. 100, 200, 200, 250, 250, 300, 200. ഇങ്ങോട്ടാ കയറി പോകുന്നത്. വരാം. ഞാൻ റേറ്റ് അതും ഇതും സെയിം ആണോ നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ എനിക്ക് സങ്കടമായി പോയി അത് വാങ്ങിക്കാവുന്നു. പക്ഷെ ഇതൊന്നും ക്വാളിറ്റി ഇല്ല കേട്ടോ, നല്ല റേറ്റും ഉണ്ടായിരുന്നു അകത്തോട്ട് കയറിയപ്പോ. ഞാനല്ല, നീ അവിടെ നിന്നു. എന്താണ് വാ എന്നെ വിളിച്ചു വരുത്തുന്നത്? ഒരു കടയിൽ നിന്ന് മറ്റൊരു കടയിലോട്ട് കയറി പോയിട്ടുണ്ട്. ഇനി അവിടെ എന്താണോ വാങ്ങാൻ പോകുന്നത്. 4-5 ബാഗ് നിറച്ച് സാധനം മേടിച്ച് വെച്ചിട്ടാണ് കളി മുഴുവൻ പോയിട്ടുണ്ട്. മുറി തമിഴും വെച്ച് ഓരോ പ്രശ്നം ഉണ്ടാക്കും, എന്നിട്ട് എന്നെ വിളിച്ചു വരുത്തും. നേരത്തെ ഒരു പൂക്കടക്കാരൻ്റെ അടുത്ത് പോയി പൂ മുഴുവൻ വാസനിച്ച് നോക്കിയിട്ട് അതെടുത്തേ പറ്റുന്ന അയാള്. ഒരു സ്ത്രീയും വന്നു, ഭയങ്കര അടി. എനിക്ക് തമിഴ് അറിയില്ല. ഞാനില്ലാത്ത സമയത്ത് നിന്നിട്ട് നോണ പറയാ. തടിയാണോ? എടാ വാ. എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട്, എന്തൊക്കെയോ വാങ്ങുന്നുണ്ട്. പൊന്നു മതി, പൊന്നു 4 ബാഗ് മുഴുവനായി. 4 ബാഗ് മുഴുവനായി, മതി. ഞാൻ ഒരു ക്ലിപ്പ് എടുത്തോളാം. ക്ലിപ്പ് എവിടെ? എന്റെ ക്ലിപ്പ് എവിടെ? മറ്റേ ക്ലിപ്പ് എവിടെ? മതി, വാ. അപ്പറൊക്കെ പോണ്ടേ? ഇത് അടച്ചു പോയി ഒന്നും കാണില്ല. എടുത്ത പൊങ്ങാത്ത എന്നെക്കാട്ടി 4 ഇരട്ടിയുള്ള ഈ സാരി എടുത്തുള്ള ഈ നടപ്പ്, അല്ലെങ്കിൽ ഈ കുട്ടിക്കുപ്പായി ഇട്ട് നടന്ന് എനിക്കത് ഭയങ്കര കംഫർട്ടും ഫീലുമാണ്. എല്ലാം 20 എന്ന് പറഞ്ഞപ്പോ കേറി നോക്കിയതാ. ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. ഇങ്ങനെ ഈ 1 സൈഡ് പ്ലേറ്റ് ഇങ്ങനെ ഇട്ടിട്ട് പോകുന്നത്, മറ്റേ ഒറ്റ പ്ലേറ്റിൽ ഇതാക്കിയത് ഭയങ്കര വലിച്ചഴിച്ച് പോയപ്പോഴും അതും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു.
ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. മറ്റേ ഫുട്പാത്തിൽ ഉള്ളൊരു ചെറിയ ഷോപ്പുകളാണെങ്കിൽ ശരി, എല്ലാത്തിനും ഏതെടുത്താലും 20 എന്നുള്ളതാണ്. പക്ഷേ ഇത് മധുരയിൽ പോയപ്പോഴാണ് ഇതിൻ്റെ വലിയ എന്താ പറയുക ഒരു കൂമ്പാരം തന്നെ കണ്ടത്. ഹോൾസെയിൽ കടകളിൽ കയറിയ സമയത്ത് ഇതിൻ്റെ ഹോൾസെയിൽ റേറ്റും റീറ്റെയിൽ റേറ്റും കൂടി ഞാൻ കമ്പയർ ചെയ്തപ്പോഴത്തേക്കാണ് കിളി പോയത്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, അവർ ഹോൾസെയിലായിട്ടേ കൊടുക്കുകയും ചെയ്യുള്ളൂ. റീറ്റെയിൽക്കാരിൽ നിന്ന് നമുക്ക് കിട്ടുള്ളല്ലോ, അതാണ് വേറൊരു പ്രശ്നം. ഫാൻസി സ്റ്റോറൊക്കെ ആർക്ക് വേണമെങ്കിലും ചെറിയ പ്രൈസേക്ക് മധുരയിൽ പോയിട്ട് ഫാൻസി സ്റ്റോർ കുറച്ച് സാധനങ്ങൾ എടുത്തുകൊണ്ട് വന്നിട്ട് ഫാൻസി സ്റ്റോർ ഇട്ട് കഴിഞ്ഞാൽ നല്ല പ്രോഫിറ്റബിൾ ആണ് കേട്ടോ. നല്ല പ്രോഫിറ്റിൽ സെയിൽ ചെയ്യാം. മുൻപൊക്കെ ആണെന്നുണ്ടെങ്കിൽ പൊന്നൂന് ഞാൻ എവിടെ പോയാലും ഇതുപോലെ എന്തെങ്കിലും കാണുമ്പോൾ വാങ്ങിക്കൊണ്ടുവരും. എനിക്ക് ഭയങ്കര ഇഷ്ടമാവും ഇങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരും. പണ്ട് ചെറുതിൽ എനിക്കും അതുപോലെയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് പിന്നെ എവിടെയെങ്കിലുമൊക്കെ അല്ലാതെ പോകുമ്പോഴൊക്കെ അവൾ എൻ്റെ കൂടെ ഉണ്ടാവും. അവളില്ലാതെ അങ്ങനെ ഞാനെങ്ങും പോകാറുണ്ടായിരുന്നില്ല. അവളെയും കൊണ്ട് കുറേ ട്രിപ്പൊക്കെ പോകണമെന്ന് വിചാരിച്ച് വർഷങ്ങൾ ഇത്ര ആയതല്ലാതെ എങ്ങും പോക്കാൻ നടന്നില്ല. പിന്നെ എൻ്റെ ഒഫീഷ്യൽ ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുമ്പോൾ അവളെയും കൂടെ ഞാൻ എടുത്ത് കയ്യിൽ വയ്ക്കും. കാരണം അവൾക്കൊരു യാത്രയാകുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇത് നല്ല രസമല്ലേ, ഐ ലവ് യു. പക്ഷെ നല്ല അണ്ടം കയറിയ റേറ്റാ, മേടിക്കാൻ പറ്റത്തില്ല. ഞാനത് മേടിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അതിൽ കളിക്കാൻ പറ്റുന്ന ആരും വീട്ടിലില്ല, അത് കാരണം. അത് കഴിഞ്ഞപ്പോൾ ഇങ്ങനത്തെ സ്റ്റാർ ഫിഷ് ശംഖിലേക്കാണ് 200 ഇതൊക്കെ എവിടെ കൊണ്ട് വെക്കാനാണോ എന്തോ. ഇതെല്ലാം കൂടെ വാങ്ങിച്ചാലും കൊണ്ടുപോകാനും പറ്റില്ല. ഇതേ കൂടെ താഴെ ഇറങ്ങാൻ പറ്റുമായിരുന്നാ? എനിക്ക് ആ സ്റ്റെപ്പ് ഇറങ്ങി താഴെ എത്തിയാൽ കൊള്ളാമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഓ എന്തൊരു കാറ്റ് കാരണം അവിടെ നിൽക്കാക്കില്ല. ഞാനും കൂടെ പറന്നു പോകുമെന്ന് തോന്നിപ്പോയി. ഇതിൽ ഈ കാറ്റടിച്ചിട്ട് മുടിയെല്ലാം നശിച്ച് പോകുമെന്ന് വിചാരിച്ചാൽ ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല. കാരണം വീഡിയോക്ക് ഒരു ഭംഗി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മുടി പിന്നെ അങ്ങനെ തന്നെ ഇട്ടു. ഭയങ്കാറ്റെന്ന് പറഞ്ഞ അവിടുത്തെ ലൈറ്റ്സ്, ആ ലൈറ്റിലെല്ലാം എന്താ പറയുക, അമ്പലത്തിൽ ചുറ്റുമുള്ള ലൈറ്റിൽ പട്ടുസാരിയൊക്കെ പളപളാ തിളങ്ങുന്നുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു എന്നെയും കൂടി കാറ്റ് കൊണ്ടുപോകും, സാരിയുടെ കൂടെ എന്നെയും കൂടി അങ്ങ് കൊണ്ടുപോകും അങ്ങ് വിചാരിച്ചു. അവിടെയൊക്കെ ചുറ്റും നടന്ന് കാലൊക്കെ ഭയങ്കരമായിട്ട് കടച്ചിലായിരുന്നു. അപ്പം തൊട്ടാണ് ഈ കാലിൻ്റെ പെയിൻ തുടങ്ങിയത്. കാരണം ചെരുപ്പും കൂടെ ഇല്ലാതെ തണുത്ത ഇങ്ങനെ തറയിൽ നടക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഒരു ഇത് പുറത്തോട്ടിറങ്ങിയപ്പോഴുള്ള കാറ്റാണല്ലേ, ആ കാറ്റ് അടിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഉറക്കം ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് പൊതുവേ ഉറക്കമില്ലായ്മയ്ക്ക് ഭയങ്കര വിഷയം. അമ്മ ഞാൻ വീണങ്ങനെ പോയാ എന്ത് ചെയ്യൂ? കാണാനാ ഫസ്റ്റ് ഒരുപാട് വർഷങ്ങൾ മുമ്പ് ഈ കടല് വഴി വന്ന ഒരു കപ്പല്, കറക്റ്റായിട്ട് കയറുന്നത് കപ്പലുകാർക്ക്, ഏതാ കപ്പല് എന്താണെന്ന് ഓർമ്മയില്ല. ഇവിടെ ഉള്ളവർ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവാ. കപ്പലുകാർക്ക് വഴി തെറ്റിയിട്ട് അവർ ദിക്കറിയാതെ പെട്ട് കിടക്കുന്ന സമയത്ത് ആ ഡോറ് ഓട്ടോമാറ്റിക് ആയിട്ട് ഓപ്പൺ ആയി. കന്യാകുമാരി അമ്മയുടെ ഒരു മൂക്കുത്തി കണ്ടില്ലേ, ഭയങ്കര തിളക്കമുള്ള. അല്ല, മൂക്കുത്തിയാണ്. ഇവിടുത്തെ പ്രത്യേകത മൂക്കുത്തിയാണ്. ആ മൂക്കുത്തിയുടെ വെളിച്ചം ഇവിടുന്ന് പോയിട്ടാണ് അവര് തീരത്തേക്ക് വന്നത്. അത് ഓട്ടോമാറ്റിക് ആയിട്ട് തുറന്നു. അതിൽ അതിനുശേഷമാണ്, പിന്നെ തുറന്നിട്ടില്ല. ഐതിഹ്യമാണോ ഈ പറഞ്ഞത്? ഐതിഹ്യമല്ല, നടന്നു എന്ന് ഇവിടെ ഉള്ളവർ പറയപ്പെടുന്ന കഥ. കാട്ടുകോഴിക്ക് എന്ത് ചങ്കരാണ്. പിന്നല്ലാണ്ട് നല്ല രസമുണ്ട് കാണാൻ. പള്ളിയാണ് അവിടെ കാണുന്നത്. വിവേകാനന്ദ പാറ പള്ളിയോ? അല്ല, അതോ അവിടെ കാണുന്നേ അതെനിക്കറിയാം, വിവേകാനന്ദ പാറയാണെന്ന്. അവിടെ കാണുന്നത് പള്ളിയാണ്. അമ്മ ചൊറിയാനൊരു അവസരം കിട്ടാനായിട്ട് കാത്തിരിക്കുക. കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒട്ടും വിടൂല എന്നുള്ളതാണ്. ശരിക്കും ആ കയറി ഇരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരാളുടെ ഹൈറ്റ് ഉണ്ട്. ഒരു 6 അടിയെങ്കിലും മിക്കവാറും ഹൈറ്റിലുള്ള സ്ഥലത്താണ്. തൊട്ടപ്പുറത്താണെങ്കിൽ കുത്തനെ
നേരെ നിരങ്ങി അടിച്ചങ്ങ് തറയിൽ വീണ് പോവുകയും ചെയ്യും. എന്ത് ധൈര്യത്തിൽ കയറി ഇരുന്നെന്ന് എനിക്കറിയത്തില്ല. കയറി കിടക്കുന്ന സമയത്ത്, അവിടെ ഇരിക്കുന്ന സമയത്തൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും, പക്ഷെ നല്ല കാറ്റാ, എന്ത് അടിപൊളി കാറ്റാ. ശരിക്കും ആ കടലിൻ്റെ ആ ഒരു കടലിരമ്പുന്ന ഒരു സൗണ്ടും തണുത്ത കാറ്റും എല്ലാം കൂടി ആകുമ്പോഴത്തേക്ക് അങ്ങറ്റത്തൊരു ഒരു ലൈറ്റ് വെട്ടം മിന്നുന്നുണ്ട്. അതെന്താണാവോ? തലേ ദിവസം വർക്കല അമ്മിക്കൽ ഹോട്ടലിൽ ഇരുന്നിട്ട് ഫുഡ് കഴിക്കുന്ന സമയത്ത് എടുത്തൊരു തീരുമാനമാണ്, എന്നാലൊന്ന് കന്യാകുമാരിക്ക് വിട്ടാലോ എന്ന്. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത ഒരു ബ്ലൗസും എടുത്ത് അവിടെ നിന്ന് ആ സാരി എടുത്ത് ഞാൻ പോരുമ്പോൾ ഒരിക്കലും വിചാരിച്ചില്ല ഈ യാത്ര ഇത്രയും ഇങ്ങനെ റിലാക്സ്ഡ് ആയിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റുമെന്നും മനസ്സിങ്ങനെ ശാന്തമാകുമെന്നൊന്നും. ഇത്രയും കന്യാകുമാരി ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ മുഴുവൻ നടന്ന് തിരിച്ചിറങ്ങി വന്നപ്പോൾ കാലൊന്നും അനക്കാൻ വയ്യായിരുന്നു. കാരണം എൻ്റെ കാലിൻ്റെ അടിയിൽ തണുപ്പടിക്കുമ്പോഴൊരു പ്രശ്നമുണ്ട് അതുകൊണ്ട്. പക്ഷേ ഈ മതിലിൻ്റെ മുകളിൽ ഇങ്ങനെ കയറിയിരിക്കുമ്പോൾ കടലിൽ നിന്നുള്ളൊരു ആ കാറ്റും എല്ലാം കൂടി ആ ഒരു അന്തരീക്ഷവും മൊത്തത്തിൽ നടന്ന് കാല് മുഴുവൻ മണ്ണും പൊടിയും ചെളിയും അഴുക്കുമൊക്കെ. എനിക്ക് ഒരു തരി അഴുക്കൻ്റെ കാലിലോ എൻ്റെ പുറത്തൊന്നും പറ്റുന്നത് പോലും എനിക്ക് വെറുതെ പോലും എനിക്ക് അത് വെച്ചിട്ടൊരു 5 മിനിറ്റ് പോലും എനിക്ക് എവിടെയും ഇരിക്കാൻ പറ്റത്തില്ല. എനിക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യുന്നത്. പക്ഷേ ആ ഒരു സ്വസ്ഥമായിട്ടുള്ള ആ ഇരുത്തത്തിൽ തന്നെ അതൊന്നും എന്നെ ബാധിക്കുന്ന ഒരു കേസേ അല്ലായിരുന്നു. എങ്ങനെ അവിടെ ബാലൻസ് ചെയ്ത് ഇരുന്നു എന്നാണ് ഞാനിങ്ങനെ ചിന്തിക്കുന്നത്. അവിടുത്തെ കാറ്റ്, കാലിൻ്റെ അടി മുഴുവൻ ചോര കളറായി എന്നുള്ളതാണ്. അത്രയും അങ്ങനെ നടന്നിട്ട്, പിന്നെ മാത്രമല്ല ആ സ്ലിപ്പർ ചെരുപ്പിൻ്റെ ഉള്ളിലൊരു അതിൻ്റെ കുറച്ച് മുള്ളുകൾ പോലെ കുറച്ച് ബഡ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലിങ്ങനെ പ്രസ്സായിട്ട് ഇങ്ങനെ നടക്കുകയും കൂടെ ചെയ്യുമ്പോൾ അത് വേറെ നല്ല പെയിനും ഉണ്ടായിരുന്നു. നല്ല കടച്ചിൽ നന്നായിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അതൊക്കെ മനസ്സിൻ്റെ ആ ഒരു എല്ലാം നമ്മൾ മനസ്സിന് സ്വസ്ഥതയും സമാധാനവും ശാന്തതയും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉടുപ്പൊക്കെ ഏതോ ദിശയിലോട്ടാണ് പോകുന്നത്. നമ്മൾ പിടിക്കുന്ന രീതിക്കൊന്നും നിൽക്കില്ല. ഞാൻ വിചാരിച്ചു ആ കാറ്റിൽ കൂടി ഞാനും കൂടി അങ്ങ് തറയെ വീണ് പോകുന്നു. മനസ്സിന് ശാന്തത ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വേറെ ഒന്നും ശരീരത്തിന് അല്ലെങ്കിൽ വേറെ ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യില്ല എന്നുള്ളതാണ്. ഞാൻ വീട്ടിൽ നിന്ന് പോയപ്പോഴത്തേക്കും പാദസരമൊക്കെ ഊരി വെച്ചിട്ടാണ് പോയത്. ട്രെയിനിലൊക്കെ കിടക്കുന്ന സമയത്ത് ഉറങ്ങിപ്പോയിട്ട് ഇനി ആരെങ്കിലും അത് അടിച്ച് പോകണ്ടാന്ന് വെച്ചിട്ട്. കാരണം നമ്മളാർക്കൊരു അവസരം ഉണ്ടാക്കി പിന്നാലെ പോയിട്ട് കാര്യമില്ലല്ലോ. എപ്പോഴും സോക്സ് ഇട്ട് നടന്നൊന്നും വരൂലല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ ആദ്യമായിട്ട് കാലിൻ്റെ അടി മുഴുവൻ ചെളിയും അഴുക്കും പിന്നെ ചോര കളറുമായിട്ടുണ്ട് നടന്നിട്ട്. പച്ച മണ്ണിലും ആ തറയിലും ഒക്കെ എനിക്കൊന്ന് കുഞ്ഞിലേയും കണ്ടൊക്കെ ഇങ്ങനെ ചെരുപ്പില്ലാതെയൊക്കെ ഇത്രയും നടത്തും. പിന്നെ ആകെ അമ്പലത്തിൽ പോകുമ്പോഴും നമ്മൾ ഇത്രയും നടക്കുന്നില്ലല്ലോ. തൊട്ട് അടുത്ത് എത്തിയിട്ടല്ലേ ചെരുപ്പ് ഊരിട്ടിട്ട് പോകുന്നത്. എത്രയോ നാൾക്ക് ശേഷം അങ്ങനെ. ഈ തിരകൾ ചിന്തിക്കുന്നത് നഷ്ടപ്പെട്ടു പോയ തീരത്തെക്കുറിച്ചായിരിക്കും. എന്നാൽ തീരം ചിന്തിക്കുന്നതോ അടുത്തതായി വരാൻ പോകുന്ന തിരയെക്കുറിച്ചുമായിരിക്കും അല്ലേ. മനസ്സിലിങ്ങനെ കടലിരമ്പുമ്പോഴെല്ലാം കടലാസിലൊരു കവിത പെയ്യാറുണ്ട്. തിരയറിയാത്ത കടൽ പോലെ. തിരമാലകൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതിൻ്റെ ഉയർച്ചയോ താഴ്ചയോ ഒന്നും കണ്ടിട്ടല്ല, മറിച്ച് ഓരോ താഴ്ചയിൽ നിന്നും അത് ഉയർന്നു വരുന്ന ആ ഒരു വരവല്ലേ, അതെനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ജീവിതവും ഇതുപോലെയൊക്കെ അല്ലേ എന്നുള്ളത്. ഉയർച്ചയും താഴ്ചയുമൊക്കെ മനുഷ്യന്മാരുടെ ജീവിതത്തിൽ അത് അനിവാര്യമായിട്ടുള്ള കാര്യങ്ങളുമാണ്. ഓരോ താഴ്ചയിലും നമ്മൾ എങ്ങനെ അതിനെ നോക്കിക്കാണുന്നു, എങ്ങനെ ആ പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ നമ്മൾ തരണം ചെയ്തു വരുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയിരിക്കും നമ്മളുടെ ബാക്കിയുള്ള ജീവിതവും എല്ലാം. കടൽക്കാറ്റ് പോലെയാവുക, ആരെയും ഭയക്കാതെ തടസ്സങ്ങളെ വകഞ്ഞു മാറ്റി മുന്നോട്ട് കുതിക്കുക. തിരമാലകൾ കരയോട് പറയുന്ന ഒരേ ഒരു പാഠവും ഇതാണ്: വീണ്ടും വരിക, തളരാതെ ശ്രമിക്കുക. ആഴക്കടലിലെ നിശബ്ദത പോലെയായിരിക്കണം നിന്റെ പരിശ്രമം. വിജയം കൊടുങ്കാറ്റായി ലോകം മുഴുവൻ അറിയട്ടെ. കടൽ പോലെ വിശാലമായ മനസ്സും കാറ്റുപോലെ വേഗതയേറിയ ലക്ഷ്യബോധവും ഉണ്ടെങ്കിൽ ജയം നമ്മുടേത് തന്നെയാണ്. പ്രതിസന്ധികൾ കാറ്റിനെ പോലെയാണ്, ചിലപ്പോൾ ശക്തമായിരിക്കും, എന്നാൽ അത് നിന്റെ കപ്പലിനെ ലക്ഷ്യത്തിലേക്ക് വേഗത്തിലെത്തിക്കും. തീരത്ത് നമ്മൾ സുരക്ഷിതരായിരിക്കുന്നതിനേക്കാൾ തിരമാലകളോട് പൊരുതി യാത്ര ചെയ്യുന്നതാണ് ജീവിതത്തിൻ്റെ ആസ്വാദ്യത.
ഇന്ത്യയുടെ ഇങ്ങേയറ്റത്ത് ഈ കടൽക്കാറ്റിൻ്റെ നൈർമല്യവും കടലമ്മയുടെ സൗന്ദര്യവും ദേവി കന്യാകുമാരിയുടെ അനുഗ്രഹവും മനസ്സിനും ശരീരത്തിനും തന്ന സന്തോഷത്തിനും ഊർജത്തിനും അതിരില്ലായിരുന്നു. മന്ദമാരുതനാൽ തഴുകപ്പെട്ട് പരിശുദ്ധമായ മനസ്സും ശരീരവും ആ കടൽ പോലെ ആർത്തിരമ്പുകയായിരുന്നു. തീരത്തെ പുൽകാൻ വെമ്പുന്ന കടൽ പോലെ മനസ്സിൽ പ്രണയം പരക്കുന്ന ആ സമയം സ്വന്തം ശരീരത്തിൻ്റെ ഭംഗി പോലും ആ സമയത്തന്നെ ഭ്രമിപ്പിച്ചു കളഞ്ഞിരുന്നു. ദേവി കന്യാകുമാരിയുടെ മണ്ണിന് അങ്ങനെ ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. തിരമാലയെ കാത്തിരിക്കുന്ന കരയെ പോലെ ഞാൻ പ്രണയാതുരയായിരുന്നു എന്നും. സങ്കടങ്ങൾ ഒരുപാടുണ്ട്, പക്ഷെ ആരോടും ഒന്നിനോടും ഒരു പരാതിയുമില്ല. പരാതികൾ പറഞ്ഞിട്ടും കാര്യമില്ല. ആ തിരിച്ചറിവ് എനിക്ക് എന്നോ ഉണ്ടായിരുന്നു. നിങ്ങളുടെ പുഞ്ചിരി നഷ്ടപ്പെടുത്തിയ ഇടങ്ങളിലേക്ക് ഒരിക്കലും നിങ്ങൾ തിരിഞ്ഞു നടക്കരുത്. അതൊരിക്കലും നിങ്ങളെ സന്തോഷിപ്പിക്കുകയോ നിങ്ങളെ മുന്നിലോട്ട് നയിക്കുകയോ ചെയ്യും. കടൽക്കാറ്റ് മനസ്സിന് ശാന്തതയും പ്രണയവും നൽകുന്ന ഒന്നാണ്. ഒരു ചെറുകുട്ടിയെപ്പോലെ കാറ്റിൻ്റെ താളത്തിനൊത്ത് അത് ചിരിച്ചുകൊണ്ടിരിക്കും. രാത്രിയിലും അതിൻ്റെ സംഗീതം കേൾക്കാൻ കാതോർക്കും. കടലിൻ്റെ നീല വിരിമാറിൽ തഴുകിയെത്തുന്ന കാറ്റെ, നീ പറയൂ പ്രണയത്തിൻ്റെ ഭാഷ. തിരമാലകളുടെ താളത്തിനൊപ്പം കടൽക്കാറ്റ് പാടുന്ന പാട്ടിന് വല്ലാത്തൊരു ലഹരിയാണ്. സന്ധ്യയിലെ കടൽക്കാറ്റ് മനസ്സിൻ്റെ വേദനകളെ തഴുകി മാറ്റുന്നു. ഇവിടെ ഇങ്ങനെ ഈ കടൽക്കാറ്റ് ഏറ്റിങ്ങനെ കിടക്കുമ്പോൾ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ മിന്നി മറയുന്നുണ്ട്. പക്ഷെ ഭയങ്കര റിലാക്സ്ഡാണ് മനസ്സും ശരീരവും. ഉള്ളിൽ ഉരുകുന്ന ഒരുപാട് വേദനകളുണ്ടെങ്കിലും അതൊന്നും എന്നെ ബാധിക്കുന്നതേ ഇല്ല എന്നുള്ളൊരു തോന്നലായിരുന്നു ഇവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ. മന്ദമാരുതൻ ഇങ്ങനെ എൻ്റെ ശരീരത്തെ പുൽകി പുണരുമ്പോൾ എന്തെന്നില്ലാത്തൊരനുഭൂതിയും ഞാൻ വേറെ ഏതോ ഒരു ലോകത്തുമായൊരു പ്രതീതിയായിരുന്നു. എൻ്റെ കണ്ണുകൾ പ്രണയം കൊണ്ടാണോ, ക്ഷീണം കൊണ്ടാണോ, തളർച്ച കൊണ്ടാണോ, മയക്കം കൊണ്ടാണോ അടഞ്ഞുപോയതെന്ന് എനിക്കറിയില്ല. എന്തു തന്നെയായാലും ഈ ഒരു അനുഭവം എനിക്ക് തന്ന ഈ ഒരു യാത്ര എനിക്ക് തന്നൊരനുഭവം മനസ്സിനൊരു ശാന്തതയും സമാധാനവും മാത്രമായിരുന്നില്ല. ഒരുപാട് ഞാൻ വൈകിപ്പോയി യാത്രകൾ ചെയ്യാൻ, എനിക്കായിട്ടുള്ള യാത്രകൾ ചെയ്യാൻ. യാത്രകൾ ഒരുപാട് പോയിട്ടുണ്ട്, പക്ഷെ ഒന്നും എനിക്ക് വേണ്ടിയായിരുന്നില്ല, എൻ്റെ സന്തോഷത്തിനുമായിരുന്നില്ല. എന്ത് ധൈര്യത്തിലാണ് ഈ ഒരു കീർ മതിലിൻ്റെ മുകളിൽ ഞാനിങ്ങനെ കിടന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ആ മതിൽ എന്നെയും താങ്ങി ബാലൻസ് തെറ്റാതെ ഞാൻ അതിലിങ്ങനെ കിടക്കുമ്പോൾ ജീവിതം ഞാൻ തുലാസിൽ വെച്ച് തൂക്കി നോക്കാതെ ജീവിതത്തിലെ സന്തോഷവും ദുഃഖവും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. അത് നമുക്ക് എന്താണോ നമ്മുടെ സന്തോഷം അതനുസരിച്ചിട്ട്. ഇന്ന് ഞാൻ മനസ്സിനെ പറഞ്ഞ് ബോധിപ്പിച്ചിട്ടാണ് അവിടെ നിന്നും എണീറ്റ് വന്നത്. ഈ യാത്ര എനിക്ക് നൽകിയ അനുഭവങ്ങൾ ഒരുപാടാണ്. സുഖലോലുപയായി കഴിഞ്ഞിരുന്ന എനിക്ക് കാറ്റും വെയിലും മഴയും ഏറ്റാലും ഞാൻ വാടില്ല എന്നുള്ളൊരു തിരിച്ചറിവും കൂടിയായിരുന്നു. അതാണ് ഈ മുഖത്ത് കാണുന്ന പ്രസാദവും.
ഇതെന്നും ഈ സന്തോഷം മുഖത്ത് ഇങ്ങനെ തന്നെ നിലനിൽക്കണം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അതിന് പക്ഷേ കഴിഞ്ഞിട്ടില്ല എങ്കിലും ഈ കന്യാകുമാരി എന്ന് പറയുമെങ്കിലും എന്താണ് ഈ കന്യാകുമാരി ദേവിയുടെ ചരിത്രം എന്ന് എനിക്ക് അവിടെ പോയി തിരിച്ച് വന്നിട്ട് ഇപ്പോഴും എനിക്ക് അറിയത്തുണ്ടായിരുന്നില്ല. കുറച്ച് മുൻപാണ് ഞാൻ ഡാൻസ്, പക്ഷേ അതറിയാതെയാണ് പോയെങ്കിലും ചിലപ്പോൾ എന്തിനാണോ ഒരു ടൂറിന് പോകുന്നത് എന്നതിലുപരി എന്തെങ്കിലും മനസ്സിൽ ഉദ്ദേശിച്ചിട്ട് എന്താവശ്യത്തിനാണോ എല്ലാവരും പോകുന്നത്, അറിയാതെയാണെങ്കിലും അതേ ആവശ്യം എനിക്കും ദേവി നടത്തി തരുമാറാകട്ടെ അല്ലേ. അടുത്ത പ്രാവശ്യം കന്യാകുമാരി പോകുമ്പോൾ ആ സ്വപ്ന സാക്ഷാത്കാരം കൂടി നടന്നിട്ട് കന്യാകുമാരി ദേവിയുടെ മുന്നിൽ ചെന്ന് നിൽക്കാൻ ദേവി അനുഗ്രഹിക്കട്ടെ. അങ്ങനൊരു പവർ ദേവിക്കുണ്ടെങ്കിൽ. അറിയില്ലായിരുന്നു അവിടെ പോകുമ്പോൾ ആ ദേവിയുടെ എന്താണ് മഹിമ എന്ന്. കേട്ടപ്പോൾ സന്തോഷമായി. ചിലപ്പം നിമിത്തമോ യാദൃശ്യമോ എന്താണെന്നറിയത്തില്ല, എത്തിപ്പെട്ടതുമാവാം. ദേവിയുടെ ചരിത്രം നോക്കാനോ അതിനെക്കുറിച്ച് അറിയാനോ ഒന്നുമുള്ള സാവകാശം ഉണ്ടായില്ല. ഇതൊരു അപ്രതീക്ഷിത യാത്രയായിരുന്നു. എന്തായാലും കാത്യായനായ വിദ്മഹേ കന്യാകുമാരി ധീമഹി തന്നോ ദുർഗി പ്രചോദയ. കന്യാകുമാരി ദേവിയുടെ ഗായത്രി മന്ത്രവും ഉരുവിട്ടുകൊണ്ട് ഇനിയും ദേവിയെ കാണാൻ വരുമെന്ന് ദേവിയോട് വാക്ക് പറഞ്ഞ് ഇവിടെ നിന്നും മുന്നോട്ട് എല്ലാം കൊണ്ടും നല്ലൊരു തുടക്കം. ആളൊഴിഞ്ഞ തീരവും രാത്രിയും വല്ലാത്തൊരു കോമ്പിനേഷനാണ്. ഫ്ലോറസെൻ്റ് ബൾബുകളുടെ വെളിച്ചം അതിന് വല്ലാത്തൊരു ഭംഗിയും നൽകുന്നു. അല്ലെങ്കിലും നിശബ്ദതകൾക്ക് വല്ലാത്ത സൗന്ദര്യവും ശക്തിയുമാണ്. നിശബ്ദതകൾക്ക് വിരാമമിടുന്ന പകലുകൾക്കായി ആ കടപ്പുറം കാത്തിരിക്കുകയാണ് ഉദയദർശനത്തിന് ജനങ്ങളെ വരവേൽക്കാനായി. കാശ്മീരും കന്യാകുമാരിയും എന്നും പ്രിയപ്പെട്ട ഇടങ്ങളായിരുന്നു. ഇന്ത്യയുടെ രണ്ടറ്റങ്ങളും അത്രമേൽ സൗന്ദര്യം തുളുമ്പുന്ന സ്ഥലങ്ങളാണ്. ബക്കറ്റ് ലിസ്റ്റിലെ കന്യാകുമാരി എന്ന സ്വപ്നം അങ്ങനെ പൂവണിഞ്ഞിരിക്കുകയാണ്. കഥകളിലും ചലനചിത്രങ്ങളിലും കണ്ടിരുന്ന ആ മണ്ണിൽ ഇങ്ങനെ കാലുറപ്പിച്ചു നിൽക്കുമ്പോൾ ഞാൻ അറിയുന്നു, യാത്രകൾ ഇല്ലാതാക്കുന്ന ദൂരങ്ങളും മാറ്റുന്ന കാഴ്ചപ്പാടുകളും വ്യത്യസ്ത ജീവിതങ്ങളും. അല്ലെങ്കിലും ഇന്ത്യ ഒരു അത്ഭുതമാണ്. യാത്രകൾ ഇനിയും ഇവിടെ നിന്നും ആരംഭിക്കുന്നു. ആർത്തിരമ്പുന്ന അതിൻ്റെ തുടക്കമാണ്. ഈ തിരമാലകൾക്കിടയിൽ ഞാൻ എൻ്റെ വേദനകളും ഇവിടെ ഉപേക്ഷിക്കുന്നു. തിരിച്ചെൻ്റെ കൂടെ വരാതിരിക്കട്ടെ. ഫോട്ടോഷൂട്ടും ഒരുപിടി നല്ല ഓർമ്മകളുമായിട്ട് ഈ നല്ലൊരു ദിവസം അങ്ങനെ അവസാനിക്കുകയാണ്. ഈ ഒരു യാത്ര മാത്രമേ ഈ ദിവസം ഇവിടെ അവസാനിക്കുന്നുള്ളൂ. ഇനി അങ്ങോട്ടുള്ള യാത്രകളുടെ ഒരു തുടക്കം ഇവിടം തന്നെ നിന്നാവട്ടെ.